ഹലോ, എല്ലാവർക്കും സെപ്പൽസ്&Petals ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ പേരാണ് ജിഫി ഡിസ്ക്. ഇത് ആക്ച്വലി കൊക്കോ പെല്ലറ്റ് നിറച്ച ബാഗുകളാണ്. ശരിക്കും നഴ്സറികളിലൊക്കെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികളൊക്കെ മുളച്ച് വരും. അതായത് നമ്മൾ പ്രത്യേകിച്ച് ചാണകപ്പൊടിയും അല്ലെങ്കിൽ വേപ്പി മിണ്ണാക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്ത് അതിൻ്റെ അകത്ത് തൈ നട്ടു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാർക്കറ്റിൽ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് ചെയ്യേണ്ടത്, ഇത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വരുമ്പോൾ ഇത് ഒരു വലിയ സൈസായിട്ട് വരും. വലിയ സൈസായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് സാധാരണ നമ്മൾ കൊക്കോപ്പിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്ന സെയിം കൺസെപ്റ്റ് നമ്മൾ വലിയ ആയിട്ട് വരുന്ന ഒന്ന് ഏകദേശം ഈ ഒരു സൈസിൽ വരും. ഈ ഒരു സൈസിൽ നമുക്ക് ഇത് കിട്ടും. ഇത്രയും വലുപ്പത്തിൽ നമുക്കിത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കിട്ടും. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഏതാണോ തൈ നടാനുള്ള ആ തൈ നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, നമ്മൾ അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഈ ജിഫി ഈ പെല്ലറ്റ്സ് നമുക്ക് ഒന്ന് മുക്കി വെക്കാം. കുറേ നേരം വേണമെന്നൊന്നുമില്ല, സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് വരും. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഈ ചകിരിച്ചോറ് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള പെല്ലറ്റ്സ് ഇടുന്ന ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അടിയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനത് മൊത്തം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. അത് മൊത്തം അതായത് ആ കവർ എക്സ്പാൻഡ് ചെയ്യുന്ന പറ്റുന്നതിൻ്റെ അത്രയും അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് നമ്മുടെ തൈ ഏതാണ് ആ തൈ നമുക്ക് നടാവുന്നതാണ്. ഈ ഓപ്പൺ ആയിരിക്കുന്ന ഏരിയയിൽ വേണം നമ്മൾ നടാനായിട്ട്. അതേപോലെ ഇത് നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അതായത് ഇത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ട്രേ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ട്രേ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ തൈകൾ വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ പ്രോസസ്സിലേക്ക് പോവാം. ഇപ്പം എൻ്റെ ഒരു ട്രേ ഉണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് കീപ്പ് ചെയ്യുന്ന റാക്ക് ഉണ്ടെങ്കിൽ അതാണേലും മതി, അതിൻ്റെ അകത്തും ഇത് വെക്കാൻ നമുക്ക് പറ്റും. എനിക്ക് മേടിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റി. ഞാൻ മേടിച്ച ട്രേയുടെ ഹോളിൻ്റെ സൈസ് കുറവാണ്. അപ്പം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലെ വാട്ടർ ഒന്ന് ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ അകത്തെ വെള്ളം കുറച്ച് കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇറക്കി വെക്കുന്നത്. ശരിക്കും നമ്മൾ കറക്റ്റ് സൈസിലുള്ളത് നോക്കി മേടിക്കണം. ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ആ അളവിലുള്ള രീതിയിലുള്ള ഈ ട്രേസ് വേണം നമ്മൾ മേടിക്കാനായിട്ട്. ഈ ജിഫി നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ഏറ്റവും കുറഞ്ഞ സൈസും ഉണ്ട്, കൂടിയ സൈസും ഉണ്ട്. അത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തൈയുടെ ഇനം അനുസരിച്ചിട്ട് നമുക്ക് ജിഫി സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ജിഫി ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇത് നഴ്സറീസിലൊക്കെയാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ അതിൻ്റെ പ്രൊഡക്ഷനൊന്നുമില്ല. അപ്പോൾ ഹോൾസെയിലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് വേണം നമ്മളത് മേടിക്കാൻ. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചെണ്ണം അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാം, അതായത് ഇപ്പം നമ്മൾ ബോക്സിനകത്ത് നിന്ന് എടുത്തിരിക്കുന്ന എല്ലാം ജിഫി പെല്ലറ്റ്സ് നമുക്ക് നമ്മുടെ ട്രേയിൽ വെച്ചിട്ട്, എൻ്റെ കയ്യിൽ ഫിറ്റോണിയയുടെ കുറച്ച് തൈകളല്ല, ഒരു വലിയ ഫിറ്റോണിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഉണ്ട്.
അതും പിന്നെ കുറച്ച് സക്യുലൻസിൻ്റെ ലീവ്സും അവൈലബിൾ ആണ്. അപ്പം അത് നമുക്കിന്ന് പോട്ട് ചെയ്യാം നമ്മുടെ ജിഫി പെല്ലറ്റ്സിൻ്റെ അകത്ത്. എൻ്റെ കയ്യിലുള്ള ഫിറ്റോണിയുടെ കട്ടിങ്സ് ആണ് ഇത് കുറച്ചെണ്ണം ഉണ്ട്. അപ്പം ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഈ ജിഫിയുടെ അകത്തേക്ക് നമുക്ക് കുത്തി വെക്കാവുന്നതേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ വരും. അതായത് അതിന് വേണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ സംഭവങ്ങളും ആ ഇത് പെല്ലറ്റിനകത്ത് ഉണ്ടാകും. ആ ഒരു ഈ നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്തെടുത്ത ഈ സംഭവത്തിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലാന്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അത് അതിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടൊരു 7 ദിവസം നമ്മളിതിനെ എയറിൽ നിന്നൊന്ന് മാറ്റി നിർത്തണം. അതായത് നമ്മളെന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യണം. ഇതിനകത്തേക്ക് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. അപ്പം നമ്മളതിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് വെച്ച് കവർ ചെയ്താൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ പ്ലാസ്റ്റിക് കവറേ ഉള്ളൂ, അത് വെച്ച് കവർ ചെയ്യാം. നമ്മൾ ഈ ലാബുകളിലൊക്കെ കാണാൻ മേലെ ഇത് ഗ്ലാസ് വെച്ചിട്ട് ഒരു ഗ്ലാസ് ചില്ലുകൂടിൻ്റെ അകത്ത് വെച്ച് നമ്മൾ അടച്ചു വെക്കുന്നത്, അത് തന്നെയാണ് സംഭവം. പക്ഷേ നമ്മളതിൽ എൻ്റെ കയ്യിലിപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം ചെറിയൊരു ഈ ജിഫി ഞാൻ മേടിച്ചപ്പോൾ വന്ന ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അടച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം പ്ലാൻ ചെയ്യാം.
ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടാണിത്. ഇതിപ്പോൾ ഞാൻ വെച്ച പ്ലാന്റിൻ്റെ അല്ല, പക്ഷേ ഇത് ഞാൻ നേരത്തെ വെച്ചിരുന്ന ഒരു ട്രെയിലുണ്ടായിരുന്നതാണ്. നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും. 2 അല്ലെങ്കിൽ 3 ആഴ്ച ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പം റീസെല്ലിംഗ് ഒക്കെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണിത്. നമ്മൾ സോയിൽ അല്ലെങ്കിൽ നമ്മൾ പോട്ടി മിക്സ് എല്ലാം കൂടെ മേടിച്ച് നമ്മൾ ആ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു പെല്ലറ്റ് മേടിച്ച് നമ്മൾ ചെയ്താൽ മതി. നമുക്ക് റൂട്ടൊക്കെ കാണാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെയാണ്. അതേപോലെ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് ഇതിൻ്റെ അകത്തൊരു തൈ നട്ടു കൊടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ അതിനൊന്ന് എയർ കയറാണ്ട് ഒരു 7 days നമ്മൾ ഫസ്റ്റ് 7 days നമ്മളൊന്ന് മാറ്റി വെക്കണം. പിന്നെ അതിനുശേഷം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വലിയ രീതിയിലൊന്നും വേണ്ട, നോർമൽ രീതിയിൽ മിസ്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. 100% സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പം അതുകൊണ്ടാണിത് നഴ്സറിയിലുള്ള എല്ലാവരും, ഒട്ടുമിക്ക നഴ്സറികളിലും ഇത് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജിഫി ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.